നമസ്കാരം, ഞാൻ സിജു രാജൻ. നമുക്ക് ഒരു ബിസിനസ്സിൽ രണ്ട് രീതിയിൽ ലാഭം വർദ്ധിപ്പിക്കാം. ഒന്ന്, ചെലവ് ചുരുക്കിക്കൊണ്ട്. ചെലവ് ചുരുക്കൽ എന്ന് സംഭവിക്കും, ലാഭത്തിൻ്റെ തോത് കൂടും. ഒന്ന്. രണ്ട്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്, ബിസിനസ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തിക്കൊണ്ട്, കസ്റ്റമർ ബേസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട്, അത്തരത്തിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അത്തരത്തിൽ നമുക്ക് ലാഭം വർദ്ധിപ്പിക്കാം, ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒന്ന്, ചെലവ് ചുരുക്കിക്കൊണ്ട്, ചെലവ് കൺട്രോൾ ചെയ്തുകൊണ്ട്, ആ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ നമുക്ക് ലാഭമായിട്ട് വരും. രണ്ട്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. ഈ രണ്ട് രീതികളിൽ ഏറ്റവും മികച്ച രീതി ഏതാണ്? ഒരു മികച്ച സംരംഭകനെ സൃഷ്ടിക്കുന്ന രീതി ഏതാണ്? ചെലവ് ചുരുക്കലാണോ അതോ ബിസിനസ് എക്സ്പാൻഷൻ ആണോ? ഡെഫിനറ്റ്ലി ബിസിനസ് എക്സ്പാൻഷൻ തന്നെയാണ്. നമ്മൾ പലരും ചെയ്യുന്ന ഒരു വലിയൊരു അബദ്ധം, ചെലവ് പരമാവധി ചുരുക്കാനായിട്ട് നോക്കും ബിസിനസ്സിൻ്റെ തുടക്കഘട്ടത്തിൽ, ബിസിനസ് റൺ ചെയ്യുമ്പോഴുമെല്ലാം. ഇത് ഒരു നല്ല രീതി അല്ല എന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഓരോ പോയിന്റ്സ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു ബിസിനസ്സിൻ്റെ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് ഈ കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവത്തുള്ളൂ. ഈ കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്ന, ചെലവ് ചുരുക്കുക എന്ന് പറയുന്ന മേഖല മാത്രം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ മാത്രം നിങ്ങൾ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലാത്ത സമയങ്ങളിൽ ബിസിനസ് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷേ സംഭവിക്കുന്നത്, ഇപ്പം പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കുന്നവർ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ആയിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വയമായിട്ട് ചെയ്യാനായിട്ട് നോക്കും. ഉദാഹരണത്തിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ 4500 രൂപ ഗവൺമെൻറ് ഫീസ് വരുന്നുണ്ട്. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് 4500 വരുന്നുള്ളൂ. 2500 രൂപ അഡീഷണൽ എന്തിനാണ് ഒരു കൺസൾട്ടൻറ്റിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അങ്ങ് ട്രേഡ് മാർക്ക് ചെയ്യാനായിട്ട് നോക്കും. അവരതിൽ പ്രൊഫഷണൽ ആണോ, അവരതിൽ എക്സ്പേർട്ട് ആണോ? അല്ല, എക്സ്പേർട്ട് അല്ല. പക്ഷേ അവരതിന് സമയം ചെലവിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നോക്കി, അവരത് പഠിച്ച് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നു. ഒരുപക്ഷെ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല, പഠിക്കുന്നത് യൂട്യൂബ് വഴിയും മറ്റ് ഇൻ്റർനെറ്റ് സോഴ്സസ് വഴിയായിരിക്കും. ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ നോളേജ് ആവത്തില്ല. അപ്പോൾ അതിൽ ഒബ്ജക്ഷൻസോ ഒപ്പോസിഷനോ ഹിയറിങ്ങോ വല്ലതും വന്നു കഴിഞ്ഞാൽ മറ്റൊരു അഡ്വക്കേറ്റിനെയോ മറ്റൊരു കൺസൾട്ടൻറ്റിനെയോ മീറ്റ് ചെയ്ത്, ട്രേഡ് മാർക്ക് ഏജൻറ്റിനെയോ മീറ്റ് ചെയ്തിട്ട് അതിനുള്ള മറുപടി ഉണ്ടാക്കേണ്ടതായിട്ട്, കാര്യം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഈ അഡീഷണൽ കൊടുത്തിട്ടുള്ള 2500 രൂപ കൊടുക്കാൻ മടിച്ചുള്ള 2500 രൂപയെക്കാളും കൂടുതൽ എക്സ്പെൻസ് ആ ഒരു സമയത്ത് വരും. അത്തരത്തിൽ വന്നിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് പ്രശ്നം പറ്റിയിട്ടുള്ളത്. നിങ്ങളുടെ പണി എന്താണ്? നിങ്ങൾ ബിസിനസ് ആരംഭിച്ചത് എന്തിനാണ്? ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ആ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ബിസിനസ് വളർത്തി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? ബിസിനസ് വളർത്തിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ 2500 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ബിസിനസ് ആരംഭിച്ചത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അത് എക്സ്പേർട്ട് ടീമിനെ ഏൽപ്പിക്കുക, സേഫാണ്. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം. അതേപോലെ തന്നെയാണ് ഈ ROC ഫയലിംഗ്. കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കുറേ കംപ്ലയിൻസസ് ചെയ്യണം. റീസെൻ്റ്ലി ഒരു വ്യക്തി വിളിച്ചിട്ട് പറയായിരുന്നു, സാർ ഒരു കമ്പനിയാണ്, അപ്പോൾ അതിൽ നമുക്ക് ഇയർലി റിട്ടേൺ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അല്ല സാർ, അവർക്ക് പൈസ കൊടുക്കേണ്ട, അതിന് പകരം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വ്യക്തി ഇത് പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ള സമയം, ഇത് ചെയ്തത് തെറ്റിക്കഴിഞ്ഞാൽ ഇതിന് വരുന്ന പെനാൽറ്റി, ഇതൊക്കെ ഭീമമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ വ്യക്തിയുടെ പണി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ROC ഫയലിംഗ് അല്ല, ബിസിനസ് വളർത്തുക എന്നുള്ളതാണ്. അതിന് ഫോക്കസ് മാറി ഇത്തരം പണികളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകൾ വളരാത്തത്. ഈ ബിസിനസ്സിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഇവർക്ക് കഴിയാത്തത്. കാരണം ഇവർ ഫോക്കസ് അതിലല്ല, കോസ്റ്റ് കട്ടിങ്ങിലാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു പണിക്കാരുണ്ട്, ആ പണിക്കാരെ ഏൽപ്പിക്കുക, അവർ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർത്തോളും. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യവും അത് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേംസ് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്, എക്സ്പേർട്ട് ടീംസ് തന്നെയുണ്ട്. നമ്മൾ സ്വയം ഇരുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച്, ഈ സംരംഭകനെ സ്വയം ഇരുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും ആ ഒരു എക്സ്പേർട്ട്, ആ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് വരത്തില്ല.
സമയവും പോകും, അതുവഴി നമ്മൾ ചിലവാക്കുന്ന പൈസയും പോകും, റിസൾട്ടും കിട്ടാത്തൊരവസ്ഥ. എക്സ്പീരിയൻസ് ഉള്ള ഈ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് കമ്പനീസിനും മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുകൾ ചെയ്തു കൊടുത്തുള്ള ഒരു ഫേമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ബിസിനസ് വളർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ മിസ്റ്റേക്സ് ഇപ്പോഴത്തെ സംരംഭകർ വരുത്തുന്നുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലവ് എങ്ങനെയെങ്കിലും ചുരുക്കണം, ഒരു 100 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യും. പക്ഷേ അത് പിന്നീട് വലിയ വിനയായിട്ട് വരും. അത് ഇനീഷ്യലി നമുക്ക് ഒരു 1000 രൂപ ലാഭിച്ചല്ലോ, പക്ഷേ അതല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന ഫോളോ അപ്സ് ഉണ്ടാവുമല്ലോ. അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നമുണ്ടല്ലോ, അത് ഈ 1000 രൂപയെക്കാളും എത്രയോ മടങ്ങ് ചിലവ് വരുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാധാരണക്കാരൻ ചെറിയ ഒരു മുതൽ മുടക്കിലല്ലേ ബിസിനസ് ആരംഭിക്കുന്നത്, അപ്പോൾ ഈ ചിലവ് ചുരുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കാരണം സാധാരണക്കാർ ചെയ്യുന്ന ബിസിനസ്സാണ്, നമ്മൾ ലക്ഷപ്രഭുക്കളൊന്നും അല്ലല്ലോ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ, നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റ് കുറയും, നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടും. ഈ ഒരു ധാരണ തീർത്തും തെറ്റാണ്. അതിലൊന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന എഫേർട്ട്, സമയം, ഫോക്കസ് ഇതെല്ലാം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു 1000 രൂപ ലാഭിക്കാനായിട്ട് നിങ്ങൾ ദിവസങ്ങളോളം പണിയെടുക്കേണ്ടതായിട്ട് വരും ഇത് പഠിച്ചെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനായിട്ട് നോക്കിക്കോടെ, 10,000 രൂപ ലാഭം ഉണ്ടാക്കാനായിട്ട് നോക്കിക്കോടെ. ഈ 1000 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചത്, അതോ 10,000 രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ബിസിനസ് ആരംഭിച്ചത്? 10,000 രൂപ ലാഭം ഉണ്ടാക്കാൻ എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു? കോസ്റ്റ് കട്ട് ചെയ്തിട്ടോ? അല്ല, ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ട്. അതൊന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ ഒരു അക്കൗണ്ടൻറ്റിന് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അത്യാവശ്യം ഒരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഒരു തേർഡ് പാർട്ടി ഏൽപ്പിക്കുകയെന്ന് വിചാരിക്കുക, ഒരു അക്കൗണ്ടിങ് ഫേമിനെ ഏൽപ്പിക്കുകയെന്ന് വിചാരിക്കുക. 1/3 തുകയ്ക്ക് ഈ ഒരു അക്കൗണ്ടൻറ്റിന് കൊടുക്കുന്ന 1/3 തുക കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് മാസം തോറും വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഫേം, അക്കൗണ്ടിങ് ഫേം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് തന്നെയാണ്. നിങ്ങൾ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, നല്ലൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ ഒരാൾക്ക് ഈ വീഡിയോ എഡിറ്റിങ്ങും അതിൻ്റെ ആഡ് ക്രിയേഷനും അതിൻ്റെ SEO അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കത്തില്ല. ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ റിസൾട്ട് വന്നൊന്നും വരത്തില്ല. ഈ വ്യക്തിക്ക് കൊടുക്കുന്ന സാലറിയുടെ ഒരു 50% അല്ലെങ്കിൽ അതിൽ കുറവോ മറ്റൊരു തേർഡ് പാർട്ടി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പേർട്ട് ടീം ഉണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഓരോ ആൾക്കാരുണ്ടാകും. ആ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വളരെ പ്രൊഫഷണൽസോടുകൂടി കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ കോസ്റ്റ് എവിടെയാണ് കുറയുന്നത്? നിങ്ങൾ സ്വന്തമായിട്ട് ഹയർ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണോ അതോ തേർഡ് പാർട്ടി ഏൽപ്പിക്കുമ്പോഴാണോ? ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി ഏൽപ്പിക്കുമ്പോഴാണ്. സമയം എപ്പോഴാണ് ലാഭിക്കാൻ കഴിയുന്നത്? സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണോ അതോ തേർഡ് പാർട്ടി ഏൽപ്പിക്കുമ്പോഴാണോ? തേർഡ് പാർട്ടി ഏൽപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ ആദ്യം മാറ്റുക. സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം, തേർഡ് പാർട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും വരുന്നത്. അങ്ങനെയല്ല, തീർത്തും തെറ്റായിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബിസിനസ് വളർത്തുക എന്നുള്ളതാണ്. അത് കോസ്റ്റ് കട്ട് ചെയ്ത് ലാഭം കൂട്ടുക എന്നുള്ളതിലല്ല, ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് ലാഭം കൂട്ടുക എന്നുള്ളതിൽ. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ നിന്നും ആളുകൾ ഉൽപ്പന്നം വാങ്ങുന്നത്. ഒന്ന്, ഉൽപ്പന്നം മികച്ചതായതുകൊണ്ട്. 2, ഉൽപ്പന്നം വിൽക്കുന്ന സെയിൽസ്മാൻ മികച്ചതായതുകൊണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നം മികച്ചതാണെന്നുണ്ടെങ്കിലും ഉൽപ്പന്നം വിൽക്കുന്ന ആൾ മികച്ചതല്ല എങ്കിൽ, നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റീസ് പഠിച്ചെടുക്കാം ബ്രാൻഡിസം ഓൺലൈൻ അക്കാഡമി സെയിൽസ് ഫൗണ്ടേഷൻ ഓൺലൈൻ കോഴ്സിലൂടെ. കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും സന്ദർശിക്കുക academy.brandism.com അല്ലെങ്കിൽ www.brandism.com.